5 മാസത്തെ വിധവാ പെൻഷൻ കുടിശ്ശിക ആവശ്യപ്പെട്ട് ഇടുക്കി അടിമാലി സ്വദേശിയായ മറിയക്കുട്ടി നൽകിയ ഹർജിയിലാണ് സർക്കാരിനെ അതിരൂക്ഷമായി ഹൈക്കോടതി ഇപ്പോൾ വിമർശിച്ചിരിക്കുന്നത്. മറിയക്കുട്ടിക്ക് അടിയന്തരമായി തന്നെ പെൻഷൻ നൽകിയേ തീരുവെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ 3 മാസത്തെ ചെലവ് സർക്കാർ തന്നെ ഏറ്റെടുക്കേണ്ടി വരും. ഇക്കാര്യത്തിൽ അടിയന്തരമായൊരു തീരുമാനം നാളെ തന്നെ അറിയിക്കണമെന്നാണ് സർക്കാരിന് കൃത്യമായ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒരു മുന്നറിയിപ്പായി, താക്കീതായി തന്നെ ഇതിനെ നോക്കി കാണേണ്ടതുണ്ട് എന്നുള്ളതും വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇതിൽ വളരെ വേഗത്തിൽ ഒരു തീരുമാനമുണ്ടാക്കിയെടുക്കണം. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അധ്യക്ഷനായ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിച്ചത്. ജീവിക്കാൻ ഇനി മറ്റൊരു ഗതിയോ മറ്റൊരു മാർഗമോ ഇല്ലാത്തതിനാൽ കോടതിക്ക് മുന്നിലെത്തിയ മറിയക്കുട്ടി ഒരു VIP ആണ്. അങ്ങനെ കോടതിക്ക് പരിഗണിക്കാനായി കഴിയുമെന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയാണ് പെൻഷൻ മുടങ്ങാൻ കാരണമെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ചീഫ് സെക്രട്ടറി ഇക്കാര്യം തുറന്നു പറഞ്ഞതാണ്. അങ്ങനെയെങ്കിൽ ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥയ്ക്കുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മുടെ സംസ്ഥാനത്തുണ്ടോ എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി സർക്കാരിന് നൽകാനില്ല എന്നുള്ളതും വസ്തുതയാണ്. പണമില്ല എന്ന് പറഞ്ഞ് സർക്കാരിൻ്റെ ഏതെങ്കിലും ആഘോഷങ്ങൾ ഈ ഘട്ടത്തിൽ മുടങ്ങുന്നുണ്ടോ എന്നൊരു ചോദ്യവും അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായിരുന്നു. നവകേരള സദസ് ആയിക്കോട്ടെ, കേരളീയമായിക്കൊള്ളട്ടെ, എല്ലാ പരിപാടികളും ഗംഭീരമായി തന്നെ നടക്കുന്നുണ്ട്. കോടാനുകോടികൾ പൊടിക്കുന്നുണ്ട്. മറിയക്കുട്ടിക്ക് പണമായി കൊടുക്കാൻ വയ്യെങ്കിൽ മരുന്നിൻ്റെയും ആഹാരത്തിൻ്റെയും ചെലവെങ്കിലും കൊടുക്കണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. കേവലം 1000-1500 രൂപയാണ് മറിയക്കുട്ടിക്ക് പെൻഷനായി ലഭിക്കുന്നത്. ഈ പണമാണ് നൽകാതെ പിടിച്ചു വച്ചിരിക്കുന്നത്. പകരം കോടാനുകോടികൾ പൊടിച്ച് സർക്കാരിൻ്റെ ഭാഗമായി സർക്കാരിൻ്റെ പ്രൗഢഗംഭീര പരിപാടികൾ, യശസ്സുയർത്താനായിട്ടുള്ള പരിപാടികളൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വൈകാരികമായി ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. 78 വയസ്സുള്ള ഒരു സ്ത്രീയാണ് അവർക്ക് ജീവിക്കാനായി മറ്റു മാർഗമൊന്നും തന്നെ ഇല്ല എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. മരുന്നിനും ഭക്ഷണത്തിനും വേണ്ടിയിട്ടാണ് 1600 രൂപയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് മുൻപിൽ കാത്തു നിൽക്കുന്നതെന്നും കോടതി പറഞ്ഞു. ഇനി ആവശ്യമെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു തീരുമാനം ഉണ്ടാകുന്നില്ലെങ്കിൽ അഭിഭാഷകർക്കിടയിൽ തന്നെ പിരിവിട്ട് മറിയക്കുട്ടിക്ക് പണം നൽകാമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വളരെ സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും മോശകരമായൊരവസ്ഥ തന്നെയാണ് ഇപ്പോഴത്തേത്. സർക്കാർ എളിഭ്യനായി നിൽക്കേണ്ട, മുഖ്യമന്ത്രി പോലും തലകുനിക്കേണ്ട ഒരവസ്ഥ തന്നെയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ വാക്കുകളിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. താമസിക്കാൻ സ്വന്തമായൊരു വീട് പോലുമില്ലെന്ന് മറിയക്കുട്ടി കോടതിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ക്ഷേമ പെൻഷനിലെ കേന്ദ്രവിഹിതം ലഭിക്കുന്നില്ലെന്നും സർക്കാർ കോടതിയിൽ ഇതിന് ബദലായി വ്യക്തമാക്കി. 5 മാസത്തെ പെൻഷൻ മുടങ്ങിയെന്നാണ് മറിയക്കുട്ടിയുടെ ഹർജിയിലെ പ്രധാനപ്പെട്ട ആക്ഷേപം. ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിൻ്റെയും അടിമാലി ഗ്രാമപഞ്ചായത്തിൻ്റെയും വിശദീകരണം കൃത്യമായി തന്നെ തേടിയിരുന്നു. എന്നാൽ പെൻഷന് വേണ്ടി കേന്ദ്ര സർക്കാർ വിഹിതം നൽകിയിട്ടുണ്ടെന്നും അറിയാൻ കഴിയുന്നുണ്ട്. സാമൂഹ്യക്ഷേമ പെൻഷൻ നൽകാനായി കേരളം മദ്യ സെസ് പിരിക്കുന്നുണ്ട്. ഇതുവരെ പിരിച്ച തുക പെൻഷൻ നൽകാൻ മതിയായത് തന്നെയാണ്. എന്നിട്ട് എന്തുകൊണ്ട് അത് നൽകുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. പെൻഷൻ കുടിശ്ശിക ഉടൻ തന്നെ നൽകണമെന്നും പ്രധാനമായും പറയുന്നുണ്ട്. ഭാവിയിൽ പെൻഷൻ കുടിശ്ശിക വരുത്തരുത് എന്നാണ് മറിയക്കുട്ടിയുടെ ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യവും. ഇത് കോടതി കണ്ടുവെന്ന് തന്നെയാണ് നടിച്ചിരിക്കുന്നത്. ഇതിനുമേൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പെൻഷൻ കിട്ടാത്തൊരു സാഹചര്യത്തെ തുടർന്ന് മൺചട്ടിയുമായി ഭിക്ഷ യാചിച്ചതോടെയാണ് അടിമാലിയിലെ വയോധികരായ മറിയക്കുട്ടിയും അന്നക്കുട്ടിയും വളരെ വലിയ ചർച്ചാ വിഷയമായി ഇടക്കാലത്ത് മാറിയത്. സംഭവം വിവാദമായതോടെ മറിയക്കുട്ടിക്കെതിരെ CPM രംഗത്ത് വന്നിരുന്നു. മറിയക്കുട്ടിക്ക് സ്വന്തമായി ഭൂമിയും വീടുമുണ്ടെന്ന് ദേശാഭിമാനിയിലൂടെ ഒരു വ്യാജ വാർത്തയും വന്നിരുന്നു. ഈ വാർത്തയ്ക്ക് പിന്നാലെ തൻ്റെ പേരിലുണ്ടെന്ന് പറയപ്പെടുന്ന ഭൂമി കണ്ടെത്തി നൽകണമെന്ന് ആവശ്യപ്പെട്ട് മറിയക്കുട്ടി വില്ലേജ് ഓഫീസിൽ ഒരു അപേക്ഷയും സമർപ്പിച്ചു. തുടർന്ന് മറിയക്കുട്ടിയുടെ പേരിൽ ഭൂമിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി വില്ലേജ് ഓഫീസർ കത്തും നൽകി. ഇതിന് പിന്നാലെ വാർത്തയിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ദേശാഭിമാനി തന്നെ രംഗത്ത് വന്നു. മറിയക്കുട്ടി താമസിക്കുന്ന വീടും പുരയിടവും ഇളയ മകൾ പ്രിൻസിയുടെ പേരിലുള്ളതാണ്. ഈ മകൾ വിദേശത്താണെന്ന രീതിയിൽ ദേശാഭിമാനിയിൽ വന്ന വാർത്തയിൽ ഒരു പിശക് സംഭവിച്ചുവെന്നും ഖേദപ്രകടനത്തിൽ പറഞ്ഞു. മറിയക്കുട്ടിയുടെ സഹോദരി റൈച്ചൽ വർഷങ്ങളായി അമേരിക്കയിലാണ് താമസം. ഇതാണ് തെറ്റിദ്ധരിക്കാൻ ഇടയായതെന്നും ദേശാഭിമാനി തന്നെ പറയുന്നുണ്ട്. മറിയക്കുട്ടിക്ക് പഴമ്പള്ളിച്ചാലിൽ ഭൂമി ഉണ്ടായിരുന്നു, എന്നാൽ അതിന് പട്ടയമില്ലായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് അത് വിറ്റു. ഇപ്പോൾ 200 ഏക്കർ എന്ന സ്ഥലത്താണ് മറിയക്കുട്ടിയുടെ താമസവും.